കേരളത്തെ ഞെട്ടിച്ച ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കൊള്ളക്കേസ് നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. കേസിൽ അറസ്റ്റിലായ മുൻ കീഴ്ശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിൽ കൊള്ളയടിച്ചെന്ന് കരുതുന്ന 400 ഗ്രാമിലേറെ സ്വർണം ബെല്ലാരിയിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ ഗോവർദ്ധന്റെ ഉടമസ്ഥയിലുള്ള റൊദ്ദാം ജ്വല്ലറിയിൽ നിന്നാണ് 400 ഗ്രാമിലേറെ വരുന്ന സ്വർണ്ണക്കട്ടികൾ കസ്റ്റഡിയിലെടുത്തത്. ദ്വാരപാലക പാളിയിൽ നിന്ന് വേർതിരിച്ച സ്വർണം താൻ ഗോവർദ്ധന് വിറ്റുവെന്ന പോറ്റിയുടെ മൊഴിയാണ് അന്വേഷണ സംഘത്തെ ബെല്ലാരിയിലേക്ക് എത്തിച്ചത്. ബംഗളൂരുവിലെ തെളിവെടുപ്പിന് ശേഷം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബെല്ലാരിയിലെത്തി ഗോവർദ്ധനെ ചോദ്യം ചെയ്തു. സ്വർണം വിറ്റെന്ന് പോറ്റിയും വാങ്ങിയെന്ന് ഗോവർദ്ധനും അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാലും തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നാണ് ഗോവർദ്ധൻ വെളിപ്പെടുത്തിയത്. അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ഒരു മാസമായി റൊദ്ദാം ജ്വല്ലറി അടഞ്ഞുകിടക്കുകയായിരുന്നു. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ വീട്ടിൽ വെച്ച് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. നിലവിൽ കണ്ടെടുത്ത 400 ഗ്രാമിലേറെ തൂക്കം വരുന്ന സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നതാണോ എന്ന ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കേസിൽ നിർണായകമായ തെളിവായേക്കാം. കണ്ടെത്തിയ സ്വർണം കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കവർച്ച നടത്തിയെന്ന് പറയപ്പെടുന്ന സ്വർണത്തിന് സമാനമായ തൂക്കമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതെന്ന് കേസിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. സ്വർണം കണ്ടെത്തിയെന്ന വാർത്ത സന്തോഷകരമാണെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. കേസിന്റെ തുടക്കം മുതൽ ശക്തമായ അന്വേഷണം നടന്നു വരികയായിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 30-ന് അവസാനിക്കും. ഇതിനു മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇന്ന് രാവിലെ 10:20ഓടെ പ്രത്യേക സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ശ്രീരാംപുരത്തെ ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. കർണാടക പോലീസിന്റെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു SITയുടെ തെളിവെടുപ്പ്. എന്നാൽ പോറ്റിയെ ഫ്ളാറ്റിൽ എത്തിക്കാതെ ബംഗളൂരുവിലെ ഹോട്ടലിൽ താമസിപ്പിക്കുകയായിരുന്നു. ശ്രീരാംപുരം അമ്പലത്തിലും തെളിവെടുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വർണ്ണ നാണയങ്ങളും 2 ലക്ഷത്തോളം രൂപയും കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പശ്ചാത്തലം അന്വേഷണത്തിൽ പ്രധാനമായി മാറിയിട്ടുണ്ട്. ശബരിമലയിലെ കീഴ്ശാന്തിയായിരിക്കെ ശ്രീരാംപുരത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് പോറ്റി അയ്യപ്പ ഭക്തനായ ഗോവർദ്ധനെ പരിചയപ്പെടുന്നത്. പിന്നീട് പോറ്റി ശബരിമലയിലെ കീഴ്ശാന്തിയുടെ പരികർമ്മിയും സ്പോൺസറുമായി എത്തിയപ്പോഴും സൗഹൃദം തുടർന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിക്കുന്നതിന് മുൻപും ഇവർ തമ്മിൽ സ്വർണ്ണ ഇടപാടുകൾ നടന്നിരുന്നു. കട്ടിളപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ പൂശുന്നതിനായി ഗോവർദ്ധനാണ് സ്വർണം നൽകിയത്. ഇതിനുശേഷമാണ് ദ്വാരപാലക ശില്പത്തിന്റെ പാളികളുമായി ബന്ധപ്പെട്ട മോഷണം നടന്നെന്ന വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചതും. നഷ്ടപ്പെട്ടെന്ന സ്വർണം കണ്ടെത്തിയെന്ന വിവരം കേസ് അന്വേഷണത്തിന് വലിയൊരു മുതൽക്കൂട്ടാവുകയും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമിടാൻ സർക്കാരിന് സഹായിക്കുകയും ചെയ്യും. കൂടുതൽ പേർക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുക.